അദാനിക്കെതിരായ 24 ആരോപണങ്ങളിൽ 23 അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ആരോപണത്തിൽ മാത്രമേ അന്വേഷണം ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? സെബിയുടെ മറുപടിയുടെ ആധികാരികതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ അന്വേഷണം നടത്തിയ ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തീർച്ചയായും ഒരു പുനരന്വേഷണം ആവശ്യമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് വ്യക്തിക്കും മനസ്സിലാവും. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കോൺഗ്രസ്സുകാരനായി ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല എന്നാണ്. അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? രാജ്യസ്നേഹം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വിവസ്ത്രനായി നിൽക്കുകയാണ്. രാജ്യസ്നേഹത്തിൻ്റെ ഏതെങ്കിലും പുതപ്പ് കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അമേരിക്ക വലിയ അലർജിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ മോദി ഇടപെട്ട രീതി നമ്മൾ കണ്ടതാണ്. കെന്നഡിയൊക്കെ ഭരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനൊക്കെ ഉണ്ടായ അന്താരാഷ്ട്രമായൊരു വലിപ്പമുണ്ടായ സന്ദർഭത്തിൽ പോലും ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇടപെട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ അപഹാസ്യനായിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു. അമേരിക്കയുമായി പല കാര്യങ്ങളിൽ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നൊരു സ്ഥാപനം അത് അമേരിക്കയുടെ അജണ്ടയാണെന്നൊക്കെ പറയുമ്പോൾ അതിലെ പരിഹാസ്യത തിരിച്ചറിയപ്പെടും. ഇപ്പോൾ ഇവിടെ വ്യാപകമായി സംഭവിക്കുന്നത് ഇന്ത്യയുടെ സമ്പത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്താനുള്ള ആസൂത്രിതമായ പരിപാടിയാണ്. കൊളോണിയൽ ഭരണകാലത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ അവതരിപ്പിച്ച ഡ്രെയിൻ തിയറിയുണ്ട്. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് കടത്തുന്നു എന്ന് പറഞ്ഞതുപോലെ മൗറീഷ്യസിലേക്ക് അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ നീഴൽ കമ്പനികളിലേക്ക് സംഘടിതമായി മോദി അനുചരന്മാരും കടത്തുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഡിമോണിറ്റൈസേഷന്റെ സമയത്ത് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ വാചകമില്ലേ, ഈ ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് പറയുന്നത് ഇവിടെ ആവർത്തിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനം ഇവിടെ ഈ സംഘപരിവാർ ഭരണകൂടം അതിന് ശിഥിലമാക്കുന്നതിനോടൊപ്പം സാമ്പത്തിക സ്വാശ്രയത്തിനെ തകർക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതാനും ചിലരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഏതാനും ചില കോർപ്പറേറ്റുകൾക്കനുസരിച്ച് രാജ്യഭരണത്തെ തന്നെ സംവിധാനം ചെയ്യുന്ന രീതിയിലേക്ക് ഈ സർക്കാർ പോകുമ്പോൾ ശ്രീലങ്ക പോലുള്ള അയൽ രാജ്യങ്ങളുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. ഒരു വളരെ ശക്തമാണെന്ന് കരുതിയ അങ്ങനെ ധരിപ്പിച്ചിരുന്ന ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നടിച്ചതിന് ഉദാഹരണങ്ങളുണ്ട്. ആ രീതിയിലേക്ക് ഈ രാജ്യത്തെ നയിക്കാനാണ് മോദിയും കൂട്ടും പരിശ്രമിക്കുന്നത്. അതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ചില താല്പര്യങ്ങൾ ഇപ്പോൾ ശ്രീലങ്കയിലെ പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ അദാനിയുടെ പാർട്ട്ണർഷിപ്പിൽ അത് വന്നതിനെ കുറിച്ച് തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയാണ് അദാനി അതിലേക്ക് ശുപാർശ ചെയ്യുന്നത്. രാജ്യത്തിനകത്തും പുറത്തും രാജ്യ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് അദാനി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്ഥിതി സംജാതമായിരിക്കുന്നു. ഇതിപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പുറത്തു വന്ന് ഉടനെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളല്ല. അതിനു മുൻപേ തന്നെ സജീവമായി പല ആളുകളും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതോടുകൂടി അത് വേറൊരു തരത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പറയുന്ന തരത്തിൽ പല ആധികാരികമായി പല സംഭവങ്ങളും പുറത്തു കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു. അത് അന്വേഷിക്കണം എന്ന് പറയുന്നത്. ആ അന്വേഷിക്കണമെന്ന ആവശ്യത്തോട് പോലും ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പോലും ഇത്ര സമയമായിട്ടും രാജ്യത്തെ ഭരണകൂടം സംവിധാനം പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ള പറഞ്ഞു. പക്ഷേ ഈ കാര്യത്തിൽ ഇതിനെ മൂടി വെക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇത് വികസിച്ചിട്ടുണ്ട്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. അത്തരമൊരു ആവശ്യവുമായി വരും ദിവസങ്ങളിലും പ്രതിപക്ഷം മുന്നോട്ട് പോകും. മോദി കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇതിപ്പോൾ എങ്ങനെ അവസാനിക്കാനാണ് സാധ്യത? വീണ്ടും കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, അതായത് ഇതിപ്പോ പുതിയൊരു അന്വേഷണം നടത്താൻ പറഞ്ഞ ഏജൻസി പോലീസാണ് അന്വേഷിക്കണമെങ്കിൽ ആ പോലീസ് തന്നെ ക്രൈമിൽ ഇൻവോൾവ് ആണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫർദർ അന്വേഷണം വേറൊരു രീതിയിലേക്ക് പോകണം. പിന്നെ നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ച ഈ സെബി അന്വേഷണം നടത്തി 23 കാര്യത്തിൽ അന്വേഷണം നടത്തി. സെബി ഇതുവരെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹിൻഡൻബർഗ് ഉന്നയിക്കുന്നത്, ഈ ഗൗതം അദാനിയുടെ ജ്യേഷ്ഠൻ വിനോദ് അദാനി എന്ന് പറയുന്ന വ്യക്തി ദുബായ് കേന്ദ്രീകരിച്ച് 40ഓളം ഷെൽ കമ്പനികൾ നടത്തുന്നു. ആ ഷെൽ കമ്പനികളിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഇതുപോലെയുള്ള അൺഅക്കൗണ്ടഡ് മണി റൂട്ട് ചെയ്യപ്പെടുന്നു. ആ റൂട്ട് ചെയ്യപ്പെടുന്ന മണി ഷെൽ കമ്പനിയിലും മൗറീഷ്യസിലും ഷെൽ കമ്പനിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണിച്ച് അവിടുത്തെ പ്രോഫിറ്റായി കാണിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള ഗൗരവമേറിയ ആരോപണം ഉന്നയിച്ചിട്ട് വിനോദ് അദാനിക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? വിനോദ് അദാനിയോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആകെ ഗൗതം അദാനി ഗ്രൂപ്പിന് നോട്ടീസ് നൽകി. അദാനി ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങൾക്ക് ഒരു ബന്ധം കഴിഞ്ഞു.
അദാനിയോടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ഈ ആദ്യത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോഴും ഇപ്പോഴത്തെ റിപ്പോർട്ട് പറയുമ്പോഴും പറയുന്ന മറുപടി എന്താ? ഇന്ത്യയിൽ നിന്നും ഒരു വലിയ ശതകോടീശ്വരൻ കമ്പനി മൾട്ടി ബില്യണയർ വരുന്നതിനെ തകർക്കാനുള്ള ശ്രമം, അത് വലിയൊരു അസൂയാണ്, ഇന്ത്യ വളരുന്നതിനുള്ള അസൂയാണ് എന്ന് പറയുന്നു. ആ പറയുന്ന പോയിന്റുകൾക്കല്ല മറുപടി പറയുന്നു. ഇപ്പോ മാധവി പുരി എന്താ പറയണ, വ്യക്തിഹത്യ ചെയ്യുന്നു. എന്ത് വ്യക്തിഹത്യ ചെയ്തിരിക്കുന്നത്? എന്ത് വ്യക്തിഹത്യയാണ് ഈ കേസിൽ? അവർ കൃത്യമായിട്ട് പറയുന്നത്, എന്റെ ഭർത്താവ് ദവായ് ബുച്ചുമായിട്ട് ബന്ധപ്പെട്ടോ ഞാനുമായി ബന്ധപ്പെട്ടോ ഇങ്ങനെ ഒരു നിക്ഷേപമില്ല, ഇങ്ങനെ ഒരു കമ്പനിയുമായി ബന്ധമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള ചങ്കുറപ്പ് മാധവി പുരിക്ക് ഇല്ലാത്ത എന്താ? അത്ര ശക്തമായ എവിഡൻസ്, കൃത്യമായ കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നു. ഇനി മാധവിപുരി അങ്ങനെ നിഷേധിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ? അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സാധനങ്ങൾ വേറെ വരും, പുറകെ വരും. അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ മാധവിപുരി എന്ന് പറയുന്ന ആൾ ഉടൻ തന്നെ ഈ ഇന്ത്യയുടെ ഓഹരി വിപണിയുടെ ജനങ്ങളുടെ വിശ്വാസത വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്ഥാനമൊഴിയാണ് വേണ്ടതിരുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.